എല്ലാ കൊല്ലം ഈ സമയമാകുമ്പോൾ പോകണമെന്ന് ആഗ്രഹിക്കും, അത് നടക്കാറില്ല. അങ്ങനെയാണ് ആ ദിവസം ഉണ്ടായത്. ഞാനും എൻ്റെ കൂട്ടുകാരും കൂടി ഇന്ന് ഉറപ്പിച്ച് പ്ലാൻ ചെയ്ത് പുലർച്ചെ 3 മണിക്കെടുത്ത് കാറ് നേരെ വെച്ച് പിടിച്ച് കോയമ്പത്തൂരിലോട്ട് പിടിച്ചു. ഞങ്ങൾ പോകുന്നത് മൈസൂരിലോട്ടാണ്. പോകുന്ന വഴി കുറേ വർത്തമാനവും പറഞ്ഞു. അതിനിടയ്ക്ക് കോയമ്പത്തൂരിലെ അടിപൊളി കിടലും റോഡുകളും നല്ലൊരു വ്യൂകളും കണ്ട് അവിടെ വണ്ടി നിർത്തി കുറച്ച് നേരം ഫോട്ടോസൊക്കെ എടുത്ത് അങ്ങനെ നിൽക്കുമ്പോൾ ചെറിയൊരു ചേട്ടൻ്റെ കുറേ കലാപരിപാടികൾ കണ്ട് ഞങ്ങൾക്ക് പറ്റാത്തതുകൊണ്ട് ഞങ്ങൾ നേരെ വണ്ടിയെടുത്ത് പിന്നെയും തിരിച്ചു പോയി. നേരെ വെച്ച് പിടിച്ചു മൈസൂരിലോട്ട്. അവിടെയുള്ള അടുത്ത് കണ്ടപ്പോൾ ഇതാ കേരള ഹോട്ടൽ. ഒന്നും നോക്കിയില്ല, വണ്ടിയിൽ നിർത്തി. അവിടെ എന്താ ഉള്ളതെന്ന് ചോദിച്ചു. ചെറിയൊരു മഴക്കാറുമുണ്ട്. നേരെ കയറി കിട്ടി നെയ്ച്ചോറും ചിക്കനായിരുന്നു. അതും കഴിച്ച് കുറച്ച് നേരം ഭക്ഷണം കഴിച്ച് തൊട്ടപ്പുറത്തുള്ള റൂമിൽ കയറി റൂം എടുത്ത് അവിടെ കിടന്നുറങ്ങി. പിന്നെ അത് കഴിഞ്ഞിട്ട് 150 രൂപയ്ക്ക് 300 രൂപ കളന്നുള്ള സന്തോഷമുള്ള പോക്കാണത് നേരെ മൈസൂർ പാലസിലോട്ട്. അവിടെ എത്തി അവിടുത്തെ ടിക്കറ്റും കാര്യങ്ങളൊക്കെ ഈ കൗണ്ടറിൽ കയറി എടുത്ത് ഉള്ളിൽ കയറി അവിടെയുള്ള കിടിലം കുറച്ച് വ്യൂകളും എല്ലാം നോക്കി എൻ്റെ ഫോട്ടോസ് എടുത്തു. അത് കഴിഞ്ഞ് കുറേ ആനകൾ വരിവരിയായി പോകുന്നത് കണ്ടു. മൈസൂർ ദസറയുടെ ഭാഗമായി പ്രധാനമായ ഒരു ഘടകമാണ് ആന. അതിൽ ഏറ്റവും ഭാരം കൂടിയതും ഏറ്റവും പ്രധാനമായ ആനയാണ് ഈ പോകുന്നത്. അതിനുശേഷം ഞങ്ങൾ ഒരു നല്ലൊരു സ്ഥലവും നോക്കി അവിടെ കുറച്ചു നേരം പിടിച്ചിരുന്നു. പിന്നെ അവിടുന്ന് മൈസൂരിൻ്റെ പ്രധാന കാഴ്ചകളാണ് നമ്മളവിടെ കണ്ടത്. പിന്നെ അങ്ങോട്ട് എവിടെ നോക്കിയാൽ ലൈറ്റുകളാണ്, എല്ലാ സ്ഥലങ്ങളും ലൈറ്റുകൾ, എല്ലാ സ്ഥലത്തിൻ്റെയും ഭംഗി നമ്മൾ ആദ്യമായിട്ട് എക്സ്പീരിയൻസ് ചെയ്ത്. നെക്സ്റ്റ് ഡേ കാലത്ത് തന്നെ ഒരു ദോശയിൽ തുടങ്ങാൻ കാലത്ത് തന്നെ നമ്മൾ നേരത്തെ എത്തിയെങ്കിലും കുറേ നേരം കഴിഞ്ഞിട്ടാണ് നമുക്കവിടെ സീറ്റ് കിട്ടിയത്. തിരക്കെന്ന് പറഞ്ഞാൽ അപാര തിരക്കുകളാണ്. പിന്നെ ഇതുപോലെ പല പല ആൾക്കാരും വന്നിട്ടുണ്ട്. അത് കഴിഞ്ഞ് നമ്മൾ അടുത്ത പരിപാടി പിടിച്ചു. നേരെ പോയി സ്വീറ്റ്സിലോട്ട് മൈസൂർ പാർക്ക്. അപ്പോൾ അത് തന്നെ പിടിക്കാമെന്ന് വെച്ചു. അതും കുറച്ച് വീട്ടിലേക്കും കുറച്ച് കഴിച്ചും പിന്നെ നേരെ പാലസിലോട്ട് പോയി. കാലത്ത് പാലസിൻ്റെ ഭംഗി അത് വേറൊന്നുമായിരുന്നു. അങ്ങനെയെല്ലാം എടുത്തു കഴിഞ്ഞ് ഞങ്ങൾ 3 പേരും കൂടി ഇവിടെ നിന്ന് ബൈ ബൈ പറഞ്ഞ് അടുത്തൊരു ട്രാൻസ്പോർട്ട് എന്നാ പിടിച്ചോ. അതെ, നമ്മൾ വെച്ചുപിടിച്ച് നേരെ ഗുണ്ടൽപേട്ടിലോട്ടാണ്. ഗുണ്ടൽപേട്ടിൽ ഇവിടെ നിന്ന് കുറച്ച് സിനിമാറ്റിക് ആയിട്ടുള്ള കുറേ ഫോട്ടോസും വീഡിയോസും എടുത്ത് പിന്നെ അവിടെ നിന്ന് പോകുന്ന വഴി എവിടെ നോക്കിയാലും മാനുകളാണ്, നിറച്ച് മാനുകളായിരുന്നു. പിന്നെ ഇടയിൽ ആനയും കണ്ടു. നേരെ പിടിച്ച് നാട്ടിലോട്ട് വിട്ട് അങ്ങനെ അതവിടെ കഴിഞ്ഞു. ശുഭ.